സുഹൃത്തേ, വളരെ വ്യക്തിപരമായൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച നമുക്ക് തുടങ്ങാം. മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന ഭയം കാരണമോ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ സമൂഹത്തിലോ ഉള്ള നിങ്ങളുടെ പദവി നഷ്ടപ്പെടുമെന്ന പേടികൊണ്ടോ? അതായത് നിങ്ങളുടെ യഥാർത്ഥ വിശ്വാസങ്ങളോ നിലപാടുകളോ നിങ്ങൾക്കെപ്പോഴെങ്കിലും മറച്ചുവെക്കേണ്ടി വന്നിട്ടുണ്ടോ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. പലപ്പോഴും ശരിയാണെന്ന് 100% ഉറപ്പുള്ള കാര്യങ്ങൾ പോലും മറ്റുള്ളവരുടെ പ്രതികരണം ഭയന്ന് നമ്മൾ ഉള്ളിലൊതുക്കാറുണ്ട്, അല്ലേ? തീർച്ചയായും. അത് മനുഷ്യസഹജമായൊരു കാര്യമാണ്. സ്വന്തം കരിയർ അല്ലെങ്കിൽ സൽപ്പേര് ഇല്ലാതാകുമോ എന്ന ഭയം എല്ലാവർക്കും കാണും. ശരിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വിശദമായ അന്വേഷണത്തിൽ ഒരുമിച്ച് പരിശോധിക്കാൻ പോകുന്നത് കൃത്യമായി ഇതേ മാനസികാവസ്ഥയിലൂടെ കടന്നുപോവുകയും എന്നാൽ പിന്നീട് ചരിത്രത്തെ തന്നെ തിരുത്തിക്കുറിച്ചുകൊണ്ട് ആ ഭയത്തെ അതിജീവിക്കുകയും ചെയ്ത 2 വ്യക്തികളുടെ യാത്രയാണ്. ഓഫ് സീക്രട്ട് ഡിസൈപ്പിൾസ്, അതായത് നിഴലുകളിൽ നിന്ന് കല്ലുകളിലേക്ക് രഹസ്യ ശിഷ്യന്മാരുടെ ധൈര്യം എന്ന് പേരിട്ടിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ചരിത്രരേഖയാണ് ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയുടെ അടിസ്ഥാനം. കാര്യങ്ങളെല്ലാം പൂർണ്ണമായും കൈവിട്ടുപോയി, ഇനി യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിമിഷത്തിൽ മുന്നോട്ട് വന്ന 2 പേരുടെ കഥ. അതെ, തങ്ങളുടെ സമ്പത്തും പദവിയും സൽപ്പേരും പണയപ്പെടുത്തി മുന്നോട്ട് വന്ന 2 രഹസ്യ അനുയായികളുടെ കഥയാണിത്. അതെങ്ങനെ ഇന്നത്തെ കാലത്ത് നമുക്കൊരു വലിയ പാഠമാകുന്നുവെന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ശരിക്കും ഈ ചരിത്രരേഖ നമ്മെ കൊണ്ടുപോകുന്നത് 1-ാം നൂറ്റാണ്ടിലെ യെറൂശലേം നഗരത്തിലേക്കാണ്. കൃത്യമായി പറഞ്ഞാൽ യേശുവിന്റെ ക്രൂശീകരണത്തിന് തൊട്ടു ശേഷമുള്ള ആ വെള്ളിയാഴ്ച വൈകുന്നേരത്തേക്ക്. നമ്മൾ പലപ്പോഴും ഈ കഥ കേട്ടിട്ടുള്ളത് കേവലം ഒരു മതപരമായ പശ്ചാത്തലത്തിൽ മാത്രമായിരിക്കുമല്ലേ? അതെ അതെ. എന്നാൽ ഈ സ്രോതസ്സുകൾ നമ്മോട് ആവശ്യപ്പെടുന്നത് അന്നത്തെ ആ വലിയ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് കൂടിയൊന്ന് കണ്ണോടിക്കാനാണ്. എന്താ പറയാ, ക്രൂശീകരണം എന്നത് വെറുമൊരു വധശിക്ഷയായിരുന്നില്ല അന്ന്. അതൊരു മുന്നറിയിപ്പായിരുന്നു. തീർച്ചയായും. റോമൻ സാമ്രാജ്യം ജനങ്ങളെ ഭയപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന ഏറ്റവും ക്രൂരമായ ഒരു മനഃശാസ്ത്രപരമായ ആയുധമായിരുന്നു അത്. റോമിനെതിരെ തിരിയുന്നവർക്ക് ഇതായിരിക്കും ഗതി എന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കാനുള്ള പരസ്യമായ ഒരു ഭീഷണി. അന്ന് ആ നഗരത്തിലെ ആളുകളുടെ മനസ്സിൽ വലിയൊരു ഇരുട്ട് മൂടിയിരുന്നുവെന്ന് ഈ കുറിപ്പുകളിൽ വ്യക്തമാക്കുന്നുണ്ടല്ലോ. ആകാശം തെളിഞ്ഞെങ്കിലും വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു അവിടെ. കാരണം ദിവസങ്ങൾക്ക് മുൻപ് മാത്രം വലിയൊരു വിപ്ലവം കൊണ്ടുവരും എന്നവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ റോമൻ കുരിശിൽ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. 1.5 വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം നിഴലുപോലെ നടന്ന ഏറ്റവും അടുത്ത അനുയായികൾ പോലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചിതറിയോടി. ഗൊൽഗോഥ എന്ന മലമുകളിൽ റോമൻ പട്ടാളക്കാരുടെ കാവൽ മാത്രമാണുള്ളത്. തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ ഇല്ലാതാക്കി ഇനി ഈ നീക്കം ഇവിടെ അവസാനിച്ചുവെന്നും മതനേതാക്കൾ ആശ്വസിക്കുന്ന ഒരു സമയം കൂടിയാണത്. എന്നാൽ അവിടെയാണ് ഈ രേഖകൾ പറയുന്നത് പ്രകാരം ആ ഇരുണ്ട മണിക്കൂറുകളിൽ വലിയൊരു രാഷ്ട്രീയ അപകടസാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഒരു വ്യക്തി മുന്നോട്ടു വന്നത്. അരിമത്തിയിലെ യോസെഫ്. അരിമത്തിയിലെ യോസെഫ്, നമ്മളിൽ പലർക്കും ഈ പേര് പരിചിതമായിരിക്കാം. എന്നാൽ ആരായിരുന്നു യഥാർത്ഥത്തിൽ ഇദ്ദേഹം എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഈ ചരിത്രം ശരിക്കും കൗതുകകരമാകുന്നത്. അതെ, അദ്ദേഹം വെറുമൊരു സാധാരണക്കാരനായിരുന്നില്ല. അന്നത്തെ യഹൂദ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന അധികാര കേന്ദ്രമായ സാൻഹെഡ്രിൻ അഥവാ പരമോന്നത കൗൺസിലിലെ വളരെ ആദരണീയനായ ഒരു അംഗമായിരുന്നു അദ്ദേഹം. ഈ സാൻഹെഡ്രിൻ എന്തായിരുന്നുവെന്നുകൂടി നമ്മളിവിടെ വ്യക്തമാക്കേണ്ടതുണ്ട്. അതൊരു വെറുമൊരു മതപരമായ സമിതി ആയിരുന്നില്ലല്ലോ. അല്ലല്ല, 71 അംഗങ്ങളുള്ള അന്നത്തെ ഇസ്രയേലിലെ സുപ്രീം കോടതിയോടും പാർലമെന്റിനോടുമൊക്കെ ഉപമിക്കാവുന്നത്ര വലിയ അധികാരമുള്ള ഒരു സംഘമായിരുന്നു അത്. അവരാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നതും സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നതും എല്ലാം. അതെ, അങ്ങനെയുള്ളൊരു കൗൺസിലിലെ അംഗമായിരിക്കുക എന്നത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഏറ്റവും വലിയ പദ്ധതിയാണ്. യോസെഫ് ആ കൗൺസിലിലെ അംഗം മാത്രമായിരുന്നില്ല, വലിയൊരു സമ്പന്നൻ കൂടിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് മറ്റൊരു മുഖം കൂടിയുണ്ടായിരുന്നു. അദ്ദേഹം യേശുവിന്റെ ഒരു രഹസ്യ അനുയായിയായിരുന്നു. തന്റെ പദവിയും സമ്പത്തും നഷ്ടപ്പെടുമെന്ന ഭയം കാരണം അദ്ദേഹം അത് പുറത്തു പറയാതിരുന്നതാണ്. എന്നാൽ ആ വെള്ളിയാഴ്ച വൈകുന്നേരം സ്വന്തം ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു തീരുമാനം അദ്ദേഹം എടുക്കുകയാണ്. ആ തീരുമാനത്തിന്റെ വ്യാപ്തി എത്രത്തോളമായിരുന്നുവെന്ന് സുഹൃത്തെ നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. റോമൻ സാമ്രാജ്യത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് അതിക്രൂരമായി വധിക്കപ്പെട്ട ഒരു കുറ്റവാളിയുമായി പരസ്യമായി ബന്ധം സ്ഥാപിക്കുക. അതൊരു ചെറിയ കാര്യമല്ല. ഇന്നത്തെ കാലത്ത് വലിയൊരു രാജ്യദ്രോഹ കേസിൽപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളുടെ മൃതദേഹം ചോദിച്ചുകൊണ്ട്
രാജ്യത്തെ പരമോന്നത ഭരണാധികാരിയുടെ മുന്നിലേക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രി ഒറ്റയ്ക്ക് നടന്നു ചെല്ലുന്നതിന് തുല്യമാണിത്. കൃത്യമായി പറഞ്ഞാൽ അതൊരു പൂർണ്ണമായ രാഷ്ട്രീയ ആത്മഹത്യയായിരുന്നു. തന്റെ കരിയർ, പദവി, സമൂഹത്തിലെ വില, തന്റെ കുടുംബത്തിന്റെ സുരക്ഷ ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം നേരെ പോകുന്നത് റോമൻ ഗവർണറായ പൊന്തിയോസ് പിലാത്തോസിന്റെ അടുത്തേക്കാണ്. ഇതിലെന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, പീലാത്തോസ് പോലൊരു ക്രൂരനായ ഭരണാധികാരിയുടെ മുന്നിൽ ചെന്ന് ഒരു സാധാരണക്കാരന്റെ മൃതദേഹം ചോദിക്കാൻ കാണിച്ച ആ വലിയ ധൈര്യമാണ്. റോമൻ നിയമപ്രകാരം ക്രൂശിക്കപ്പെട്ട കുറ്റവാളികളുടെ ശരീരങ്ങൾ അവർ കുടുംബങ്ങൾക്ക് വിട്ടുകൊടുക്കാറില്ലല്ലോ. അതെ അതെ, അത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും തിന്നാൻ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ വെറുമൊരു കുഴിയിൽ തള്ളുകയോ ആണ് പതിവ്. അവിടെയാണ് ഈ കൂടിക്കാഴ്ചയുടെ ചരിത്രപരമായ പ്രാധാന്യം കിടക്കുന്നത്. യോസേഫ് തന്റെ മേലങ്കി പുതച്ച് പീലാത്തോസിന്റെ കൊട്ടാരത്തിലേക്ക് നടന്നു കയറുമ്പോൾ അവിടത്തെ കാവൽക്കാർ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ടാകാം. യഹൂദന്മാരുടെ ഒരു ഉന്നത നേതാവ് തന്റെ മുന്നിൽ വന്ന് ഈ ഗലീലിക്കാരന്റെ ശരീരം ചോദിക്കുന്നത് കണ്ട് പീലാത്തോസിനും വലിയ അമ്പരപ്പുണ്ടായി എന്ന് രേഖകൾ പറയുന്നു. അവൻ ഇത്ര വേഗം മരിച്ചോ എന്നായിരുന്നു പീലാത്തോസിന്റെ ചോദ്യം. കാരണം ക്രൂശിക്കപ്പെടുന്നവർ ദിവസങ്ങളോളം കിടന്ന് നരകിച്ചാണ് സാധാരണ മരിക്കാറുള്ളത്. എന്നാൽ ആ ശരീരം യോസേഫിന് വിട്ടുകൊടുക്കാൻ പീലാത്തോസ് തയ്യാറാകുന്നു. ഇതിനു പിന്നിൽ ഒരുപക്ഷേ പീലാത്തോസിന്റെ രാഷ്ട്രീയമായ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നിരിക്കാം. തന്നെ നിർബന്ധിച്ച് ഈ വധശിക്ഷ നടപ്പിലാക്കിച്ച ആ സാൻഹെഡ്രിൻ കൗൺസിലിനോടുള്ള ഒരു പ്രതികാരം എന്ന നിലയിലാകാം അവരുടെ തന്നെ മുൻനിര നേതാക്കളിൽ ഒരാൾക്ക് ആ ശരീരം കൈമാറാൻ അവൻ തയ്യാറായത്. കാരണം എന്തായാലും ആ ഒറ്റ നിമിഷം കൊണ്ട് യോസേഫിന്റെ ജീവിതം മാറിമറിഞ്ഞു. അയാൾ പിന്നെ ഒരു രഹസ്യ ശിഷ്യനല്ല. പരസ്യമായി റോമൻ ഭരണകൂടത്തിന്റെയും തന്റെ സ്വന്തം മതനേതാക്കളുടെയും മുന്നിൽ തന്റെ നിലപാട് അയാൾ വ്യക്തമാക്കി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന ഭയത്തിന്റെ വലിയൊരു മതിലാണ് ഒറ്റയടിക്ക് യോസേഫ് അവിടെ ഇടിച്ചു നിരത്തിയത്. എന്നാൽ ഈ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഇതല്ല. അല്ല, തന്റെ അനുമതിപത്രവുമായി യോസേഫ് ആ ഗൊൽഗദ മലമുകളിലേക്ക് വരുമ്പോൾ അവിടെ ക്രൂശിനരികിൽ മറ്റൊരാൾ കൂടി അദ്ദേഹത്തെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. നിക്കോദേമോസ്. പണ്ട് രാത്രിയുടെ മറവിൽ ആരും കാണാതെ യേശുവിന്റെ അടുത്തുവന്ന് വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ അതേ പരീശനായ നിക്കോദേമോസ്. സുഹൃത്തെ, ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. യേശു വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ജനങ്ങൾ അദ്ദേഹത്തിനു ചുറ്റും തടിച്ചുകൂടുകയും ചെയ്തിരുന്ന സമയത്ത് സ്വന്തം പദവിയോർത്ത് പകൽ വെളിച്ചത്തിൽ അദ്ദേഹത്തെ കാണാൻ വരാൻ മടിച്ചയാളാണ് നിക്കോദേമോസ്. എന്നാൽ ഇപ്പോൾ ആ ജനക്കൂട്ടമൊന്നുമില്ല, അത്ഭുതങ്ങളില്ല, എല്ലാം അവസാനിച്ചു എന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുന്ന ആ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം പകൽ വെളിച്ചത്തിലേക്ക് എല്ലാവരും കാണുന്ന രീതിയിൽ ധൈര്യത്തോടെ കടന്നുവന്നിരിക്കുന്നു. നിക്കോദേമോസിന്റെ ആ രംഗപ്രവേശം ഈ സംഭവത്തിന്റെ ആഴം ശരിക്കും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്രോതസ്സുകളിൽ പറയുന്ന ഏറ്റവും നിർണായകമായ ഒരു കാര്യം നിക്കോദേമോസ് തന്നോടൊപ്പം കൊണ്ടുവന്ന ആ വസ്തുവാണ്. അതെ, വെറും കൈയോടെ അല്ല അദ്ദേഹം വന്നത്. ഏകദേശം 75 റോമൻ പൗണ്ട് ഭാരമുള്ള മീറയും അകിലുമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഇന്നത്തെ അളവനുസരിച്ച് നോക്കിയാൽ ഏകദേശം 34 കിലോഗ്രാമോളം വരുന്ന സുഗന്ധദ്രവ്യങ്ങൾ. ഇതെന്തുകൊണ്ടിത്ര പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് ഇതൊരു സാധാരണക്കാരന്റെ ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന അളവല്ല. അത്രയും വലിയ അളവിലുള്ള മീറയും അകിലും ഒരുമിച്ച് വാങ്ങണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ലക്ഷക്കണക്കിന് രൂപ വില വരും. അത് രാജാക്കന്മാരുടെയോ വളരെ വലിയ പ്രഭുക്കന്മാരുടെയോ ശവസംസ്കാരത്തിന് മാത്രം ഉപയോഗിക്കുന്നതാണ്. സ്വന്തം ഗുരുവിന് ഒരു രാജാവിന് നൽകുന്ന അതേ ആദരവ് നൽകണം എന്ന് നിക്കോദേമസ് തീരുമാനിച്ചിരുന്നു. മാത്രമല്ല, ഇത്രയും ഭാരമുള്ള സാധനങ്ങൾ അദ്ദേഹം തനിയെ ചുമന്നുകൊണ്ടുവരാൻ സാധ്യതയില്ല. തന്റെ വേലക്കാരെയും കൂട്ടി വളരെ പരസ്യമായാണ് അദ്ദേഹം ഈ സുഗന്ധദ്രവ്യങ്ങളുമായി നഗരത്തിലൂടെ നടന്നുവന്നത്. ആ നിമിഷത്തിൽ അദ്ദേഹം തന്റെ സകല ഭയവും ഉപേക്ഷിച്ചിരുന്നു. ഈ 2 പ്രായമായ മനുഷ്യർ തങ്ങളുടെ വിലയേറിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ആ കുരിശിന് ചുവട്ടിൽ നിൽക്കുന്നതൊന്നോർത്തു നോക്കൂ. റോമൻ കുരിശിൽ നിന്നും ഒരു ശരീരം താഴെ ഇറക്കുകയെന്നത് എത്രമാത്രം ശ്രമകരമായ ശാരീരിക വെല്ലുവിളികൾ നിറഞ്ഞൊരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെ, മാംസത്തിൽ തറഞ്ഞുകയറിയ വലിയ ഇരുമ്പാണികൾ അവർ കൂരിയെടുക്കേണ്ടതുണ്ട്. രക്തം പുരണ്ട ആ ശരീരം വളരെ ശ്രദ്ധയോടെ അവർ താഴെയിറക്കി. യാതൊരുവിധ ശാരീരിക അധ്വാനവും ചെയ്ത് ശീലമില്ലാത്ത ആ വലിയ നേതാക്കൾ തങ്ങളുടെ സ്വന്തം കൈകൾ കൊണ്ട് ആ ശരീരം വൃത്തിയാക്കി. നിക്കോദേമസ് കൊണ്ടുവന്ന ആ വിലയേറിയ സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടി ലിനൻ തുണി കൊണ്ട് പൊതിഞ്ഞു. അവർ തമ്മിൽ അപ്പോൾ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വെറുതെ ചിന്തിച്ചു പോവുകയാണ്. അവർക്ക് പരസ്പരം ആശ്വസിപ്പിക്കാൻ പോലും വാക്കുകളുണ്ടായിരുന്നിരിക്കില്ല ആ നിമിഷത്തിൽ.
അതിനുശേഷം അവരാ ശരീരം കൊണ്ടുപോയത് യോസെഫ് തനിക്കായി പാറയിൽ വെട്ടിയുണ്ടാക്കിയ അതുവരെ ആരെയും അടക്കിയിട്ടില്ലാത്ത തന്റെ സ്വന്തം കല്ലറയിലേക്കാണ്. അന്നത്തെ യഹൂദ ആചാരപ്രകാരം ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു കല്ലറ എന്നത് വളരെ വിശുദ്ധമായി കരുതപ്പെടുന്ന ഒന്നാണ്. തനിക്കായി തന്റെ കുടുംബത്തിനായി ഒരുക്കിവെച്ച ആ വിശുദ്ധമായ സ്ഥലം യാതൊരു മടിയുമില്ലാതെ യോസെഫ് വിട്ടു നൽകി. അതിനുശേഷം അവർ ആ കല്ലറയുടെ വാതിൽക്കൽ വലിയൊരു കല്ലുരുട്ടിവെച്ചു. ആ നിമിഷത്തെ ആ വലിയ നിശബ്ദതയെക്കുറിച്ച് ഈ രേഖകൾ വളരെ കൃത്യമായി സംസാരിക്കുന്നുണ്ട്. തങ്ങളുടെ ജീവിതാഭിലാഷങ്ങൾ, പ്രതീക്ഷകൾ, തങ്ങൾ വിശ്വസിച്ച സത്യങ്ങൾ ഇതെല്ലാം ആ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടതായി അവർക്ക് തോന്നിയിട്ടുണ്ടാകാം. സുഹൃത്തെ, ഈ ഒരു ഘട്ടത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യവുമില്ല, എല്ലാം അവസാനിച്ചു, ഇതുകൊണ്ട് തനിക്ക് ഒരു നേട്ടവുമില്ല എന്ന് 100% ഉറപ്പുള്ളൊരു കാര്യത്തിനു വേണ്ടി നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയവും സമ്പത്തും, എന്തിന് നിങ്ങളുടെ കരിയർ വരെ പണയപ്പെടുത്താൻ നിങ്ങൾ എപ്പോഴെങ്കിലും തയ്യാറാകുമോ? യോസേഫും നിക്കോദേമസും ചെയ്തത് അതാണ്. യാതൊരുവിധ പ്രതിഫലവും ലഭിക്കില്ലെന്ന ഉറപ്പുള്ള, തികച്ചും പരാജയപ്പെട്ടു എന്ന് ലോകം വിധിയെഴുതിയ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് അവർ തങ്ങളുടെ സർവസ്വം നൽകിയത്. ആ വെള്ളിയാഴ്ച രാത്രിയും തുടർന്നു വന്ന ശനിയാഴ്ചയും അവർ എങ്ങനെയാണ് തള്ളി നീക്കിയതെന്ന് ചിന്തിക്കുന്നത് തന്നെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ആ 3 ദിവസങ്ങളുടെ മാനസികാവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ്. കല്ലറ അടച്ചതിനുശേഷം വീടുകളിലേക്ക് മടങ്ങിയ അവർ വലിയൊരു ശൂന്യത അനുഭവിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷേ സാൻഹെഡ്രിനിലെ മറ്റംഗങ്ങൾ അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകാം. തങ്ങളുടെ പദവികൾ തെറിക്കാൻ പോകുന്നുവെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. നമ്മൾ ചെയ്തത് വലിയൊരു മണ്ടത്തരമായി പോയോ, വെറുതെ നമ്മുടെ കുടുംബത്തെ കൂടി അപകടത്തിലാക്കിയോ എന്നൊക്കെയുള്ള ചിന്തകൾ തീർച്ചയായും ആ ശനിയാഴ്ച അവരുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. അത് മനുഷ്യ സഹജമാണ്. കാരണം അവരുടെ മുന്നിൽ യാതൊരു പ്രത്യാശയും ഉണ്ടായിരുന്നില്ല. വലിയൊരു നഷ്ടബോധവും വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഭയവും മാത്രമായിരുന്നു ആ ദിവസങ്ങളിൽ അവരെ വേട്ടയാടിയത്. എന്നാൽ ഈ കഥയുടെ ഗതി പൂർണ്ണമായും മാറുന്നത് 3-ാം ദിവസമാണ്. ആ ഞായറാഴ്ച രാവിലെ യെരൂശലേം നഗരത്തിൽ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. കല്ലറ ശൂന്യമാണ്. ചില സ്ത്രീകൾ അവിടെ ദൂതന്മാരെ കണ്ടു. അവൻ ഉയിർത്തെഴുന്നേറ്റു. ഈ അഭ്യൂഹങ്ങൾ നഗരത്തിൽ പരക്കാൻ തുടങ്ങിയപ്പോൾ യോസേഫിന്റെയും നിക്കോഡേമോസിന്റെയും അവസ്ഥയെന്തായിരുന്നിരിക്കും? അവർ നേരിട്ട് തങ്ങളുടെ സ്വന്തം കൈകൾ കൊണ്ട് ആണി ഊരിയെടുത്ത് മരിച്ചുവെന്ന് 100% ഉറപ്പുവരുത്തി അടക്കം ചെയ്ത വ്യക്തിയാണ് ഉയിർത്തെഴുന്നേറ്റു എന്നാളുകൾ പറയുന്നത്. ആദ്യം അവർക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷെ പിന്നീട് പേടിച്ചോടിയ പഴയ ശിഷ്യന്മാർ തന്നെ പരസ്യമായി സാക്ഷ്യപ്പെടുത്താൻ തുടങ്ങി. അവർ യേശുവിനെ കണ്ടു, സ്പർശിച്ചു, അവനോടൊപ്പം ഭക്ഷണം കഴിച്ചു, അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന്. ഈ കുറിപ്പുകൾ നമ്മോട് സംവദിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവിന്റെ നിമിഷം അതാണ്. ആ നിമിഷത്തിൽ യോസേഫിനും നിക്കോദേമസിനും ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. തങ്ങൾ തങ്ങളുടെ വിലയേറിയ സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടി അടക്കം ചെയ്തത് കേവലം ഒരു രക്തസാക്ഷിയെയല്ല, മറിച്ച് ജീവനുള്ള ദൈവപുത്രനെയാണ് എന്ന്. റോമൻ സാമ്രാജ്യത്തിന്റെ ആ കുരിശിലെ മരണം ഒരു തോൽവിയായിരുന്നില്ല, അതൊരു പുതിയ യുഗത്തിന്റെ വിജയമായിരുന്നു എന്ന വലിയ സത്യം അവർ തിരിച്ചറിഞ്ഞു. ഈ ഒരു തിരിച്ചറിവ് അവരുടെ പിന്നീടുള്ള ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചു. അതാണ് ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. പിന്നീട് ഒരിക്കലും യോസേഫിന് ആ സാൻഹെഡ്രിൻ കൗൺസിലിന്റെയോ അവിടുത്തെ അംഗങ്ങളുടെയോ അംഗീകാരം ആവശ്യമില്ലായിരുന്നു. അവരുടെ ഭീഷണികളെ അവൻ പുച്ഛിച്ചു തള്ളി. അതുപോലെ നിക്കോദേമസ് പിന്നീട് ഒരിക്കലും തന്റെ വിശ്വാസം മറച്ചുവെച്ചുകൊണ്ട് രാത്രിയുടെ ഇരുട്ടിൽ ഒളിച്ചു നടന്നില്ല. അവരേറ്റവും ധീരരായ സാക്ഷികളായി മാറിയെന്നാണ് ചരിത്രം പറയുന്നത്. ആദ്യകാലത്ത് വലിയ പീഡനങ്ങൾ അനുഭവിച്ച വിശ്വാസികളെ സഹായിക്കാനും ഭയന്നു നിന്നിരുന്ന മറ്റ് ശിഷ്യന്മാർക്ക് സാമ്പത്തികമായും ധാർമ്മികമായും പിന്തുണ നൽകാനും ഈ 2 മുൻനിര നേതാക്കൾ എപ്പോഴും മുൻപന്തിയിലുണ്ടായിരുന്നു. അവരുടെ ആ വലിയ മാറ്റത്തെ നമുക്ക് ഇങ്ങനെ വിലയിരുത്താം. അതുവരെ അവർ സ്വന്തം സുരക്ഷയ്ക്കു വേണ്ടി ഉപയോഗിച്ചിരുന്ന അവരുടെ സമ്പത്ത് പിന്നീട് മറ്റുള്ളവർക്കുള്ള വലിയൊരു സേവനമായി മാറി. അവരുടെ അധികാരവും സ്വാധീനവും ഭയമില്ലാത്ത വലിയൊരു സാക്ഷ്യമായി മാറി. ഏറ്റവും പ്രധാനമായി അവരെ അലട്ടിയിരുന്ന ആ ഭയം പൂർണ്ണമായും ഇല്ലാതാവുകയും അത് അടിയുറച്ച വിശ്വാസമായി രൂപാന്തരപ്പെടുകയും ചെയ്തു. ഇതിൽ ചരിത്രപരമായ മറ്റൊരു കൗതുകം കൂടിയുണ്ട്. യോസേഫ് തനിക്കായി വെട്ടിയുണ്ടാക്കി പിന്നീട് യേശുവിന് വിട്ടുകൊടുത്ത വിലയേറിയ കല്ലറ പിന്നീട് അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. കാരണം മരണത്തിനവനെ അവിടെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലല്ലോ. അതൊരു അടഞ്ഞ ശവക്കല്ലറയായി അവസാനിച്ചില്ല, മറിച്ച് ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തുറന്ന വാതിലായി അത് മാറി. വളരെ കൃത്യമായ നിരീക്ഷണം.
അപ്പോൾ നമ്മൾ ഈ വിശദമായ അന്വേഷണത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഈ സംഭവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സ്വന്തമായി ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുന്ന ചില പ്രധാന പാഠങ്ങളുണ്ട്. ഒന്നാമതായി യോസഫ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ നേരിടണമെന്നാണ്. എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ നിലപാടുകൾ എടുക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരായി നിൽക്കുമ്പോൾ, വലിയ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പുള്ളപ്പോൾ, ശരിയുടെ പക്ഷത്ത് നിൽക്കാൻ കാണിക്കുന്ന ആ ധൈര്യമുണ്ടല്ലോ, അതാണ് യഥാർത്ഥ വ്യക്തിത്വം. രണ്ടാമതായി നിക്കോദേമോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. നിങ്ങൾ എത്ര കാലം ഭയന്ന് ഇരുട്ടിൽ കഴിഞ്ഞു എന്നത് ഒരു വിഷയമല്ല. സത്യത്തിനു വേണ്ടി വെളിച്ചത്തിലേക്ക് കടന്നുവരാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വൈകിയിട്ടില്ല. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ് യഥാർത്ഥ വിശ്വാസം എന്നതിന്റെ ഏറ്റവും മികച്ച നിർവചനം ഈ രണ്ട് വ്യക്തികൾ നമുക്ക് നൽകുന്നുണ്ട്. വിശ്വാസമെന്നത് എപ്പോഴും എല്ലാം സുരക്ഷിതമായിരിക്കുമ്പോൾ ഉയർന്ന വേദിയിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രസംഗിക്കുന്നതിൽ മാത്രമല്ല അടങ്ങിയിരിക്കുന്നത്. മറിച്ച് നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോഴും ഇനി യാതൊരു സാധ്യതയുമില്ല എന്ന് ലോകം വിധിയെഴുതുമ്പോഴും ഭയക്കാതെ പിന്മാറാതെ അവിടെ സന്നിഹിതരായിരിക്കുന്നതിലാണ് യഥാർത്ഥ വിശ്വാസം പ്രകടമാകുന്നത്. അവർ ആ ഇരുണ്ട രാത്രിയിൽ ആർക്കും വേണ്ടാതെ കിടന്ന ആ കുരിശിന്റെ ചുവട്ടിലുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം കണ്ട അവരുടെ ഏറ്റവും വലിയ സാക്ഷ്യം. തീർച്ചയായും ആ സാന്നിധ്യമാണ് അവരുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. അപ്പോൾ സുഹൃത്തെ, ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ, ഒരുപക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു ചിന്ത കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ വലിയ പരാജയമാണെന്ന് കരുതി, അല്ലെങ്കിൽ ഇതെല്ലാം അവസാനിച്ചു എന്ന് വിശ്വസിച്ച് ഉപേക്ഷിക്കുന്ന പല കാര്യങ്ങളുമില്ലേ? അത് ചില വ്യക്തിബന്ധങ്ങളാകാം, ചില വലിയ കരിയർ അവസരങ്ങളാകാം, അല്ലെങ്കിൽ നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച നമ്മുടെ ചില വലിയ സ്വപ്നങ്ങളാകാം. അവയെല്ലാം ശരിക്കും ഒരു പൂർണ്ണമായ അവസാനമായിരുന്നോ? അതോ അതിലും വലിയൊരു പുതിയ തുടക്കത്തിനുള്ള കേവലമൊരു മുന്നൊരുക്കം മാത്രമായിരുന്നു അത്? എല്ലാം നഷ്ടപ്പെട്ടു, ഇനിയൊന്നുമില്ല എന്ന് നിങ്ങൾ കരുതുന്ന ആ കല്ലറകളെ പോലുള്ള നിമിഷങ്ങളിലായിരിക്കുമോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങൾ പുറത്തുവരാൻ കാത്തുകിടക്കുന്നത്? ഇതൊന്ന് സ്വസ്ഥമായി ചിന്തിച്ചു നോക്കൂ. പുതിയൊരു വിഷയവുമായി മറ്റൊരു ഡീപ് ഡൈവിൽ കാണാം. ആരും കേൾക്കാത്ത ചരിത്ര സത്യങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ നിങ്ങളുടെ സ്വന്തം ചിന്തകൾക്ക് ചിറക് നൽകുക.